ഹലോ മക്കളെ, വെൽക്കം ടു ചെല്ലാ ക്ലാസ്സസ്. അപ്പോ ഒരു കവിത പറഞ്ഞുകൊണ്ട് ക്ലാസ് തുടങ്ങാം. പിന്നിലാവുന്നതല്ല പരാജയം, മറിച്ചു മുന്നേറാൻ ശ്രമിക്കാത്തതാണ് പലരുടെയും പരാജയം എന്ന് കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. എക്സാം മുമ്പോട്ട് വരികയാണ് അല്ലേ? എന്തായി എൻ്റെ പ്രിയപ്പെട്ട CBSE മക്കളുടെ പഠനം എങ്ങനെ പോകുന്നു? നിങ്ങൾ ടെൻഷൻ ഉണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പരീക്ഷ, എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ഓർത്ത് കൺഫ്യൂസ്ഡ് ആണോ? ഒരു പേടിയും വേണ്ട മക്കളെ, നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം. അപ്പം ഇവിടെ മെട്രിക്സ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സിന്റെ ഏറ്റവും എളുപ്പമുള്ള +2 ഒരു ചാപ്റ്റർ, ആ ചാപ്റ്റർ എങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായിട്ടും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ലടാ, സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരുമെന്ന ധാരണ ഉണ്ടാകും. ഈ ഒരു കാര്യം കൃത്യമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, let J equal to Aij. ഒരു മെട്രിക്സിനെ ജനറൽ ആയിട്ട് എഴുതുന്ന ഫോം ആണ് നിങ്ങൾക്ക് അറിയാം. എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ 3 എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. Aij എന്ന് പറയുന്നതിന്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ J-2i ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇവിടെ നോക്കടാ, ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം? നോക്കിക്കേ, എന്റെ കയ്യിൽ A എന്നൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Aij എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ആ മെട്രിക്സിന്റെ ഓർഡർ എന്താണടാ? 3/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ മെട്രിക്സിന്റെ ജനറൽ ഫോം എങ്ങനെ ഇരിക്കും മക്കളെ? J-2i ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഈ I എന്ന് പറഞ്ഞാൽ എന്താണ് സാറേ? J എന്ന് പറഞ്ഞാൽ എന്താണ് സാറേ? മക്കളെ ഒന്നുമില്ലടാ, I എന്ന് പറഞ്ഞാൽ റോയിനെ റെപ്രസെന്റ് ചെയ്യുന്നു, J എന്ന് പറഞ്ഞാൽ കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ഒരു കാര്യത്തിനെ പറ്റി വ്യക്തമായ ധാരണ കിട്ടിയാൽ ഇനി പെട്ടെന്ന് ഇത് വെരിഫൈ ചെയ്യാം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആദ്യം A12 എന്ന് പറയുന്ന എലമെന്റ് >0 ആണോ എന്നാണ് ചോദ്യം. അപ്പൊ A12 ഇവിടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. A12 കാണാൻ ഒന്നുമില്ല. ഈ ഇക്വേഷന്റെ അകത്ത് ഇതിന്റെ അകത്ത് Jയുടെ സ്ഥാനത്ത് 2ഉം Iയുടെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. അപ്പൊ J-2i എന്ന് പറയുമ്പോൾ 2 × 1 അതെന്തായി മാറും? 2 - 2 = 0 എന്ന് വരും. അപ്പം A12 എന്നുള്ളത് >0 ആണെന്നുള്ള പ്രസ്താവന ശരിയാണോ? അല്ല, തെറ്റാണ്. അടുത്തത് നോക്കിക്കേ, ചെയ്യാതെ തന്നെ പെട്ടെന്ന് പറയാം. all Aij's are <0. അതായത് ഈ മെട്രിക്സിലെ എല്ലാ എലമെന്റും <0, കൃത്യമായിട്ടും <0 ആയിരിക്കുന്ന ഒരു പ്രസ്താവന. എടാ, A12 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള എലമെന്റ് അല്ലേ? അത് നമുക്കിപ്പോ എന്തെന്ന് കിട്ടി മക്കളെ? 0 എന്ന് കിട്ടി. അപ്പൊ ഈ പ്രസ്താവന പിന്നെ നിലനിൽക്കുവോ? ഇല്ല, അത് തീർന്നു. ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? A13 + A31 എന്ന് പറയുന്നത് -6 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഒന്നുമില്ല, A13 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? Jയുടെ സ്ഥാനത്ത് 3ഉം Iയുടെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും മക്കളെ? ഇവിടെ നോക്കിക്കേ, 3 - 2 × 1 3 - 2 × 1 പ്ലസ് ഇനി A31 ആണെങ്കിൽ Jയുടെ സ്ഥാനത്ത് 1ഉം പിന്നെ Iയുടെ സ്ഥാനത്ത് 3ഉം. അപ്പൊ 1 - 2 × 3 എന്ന് വരും. ഇത് എന്ത് വരും? നോക്കുക, 3 - 2 1 വരും. ഇത് പ്ലസ് 1 - 6 -5 എന്ന് വരും. ഇത് വരുന്നത് -4 എന്നാണ്. -6 എന്നാണോ? അല്ല, അപ്പൊ അതും തെറ്റാണ്. 3 തെറ്റിയാ പിന്നെ ഏതായിരിക്കും ശരി? 4 ആയിരിക്കും. ഒരു ഉറപ്പിന് വേണ്ടി മാത്രം, ഒരു ഉറപ്പിന് വേണ്ടി, എക്സാമിൽ ഇതിങ്ങനെ ചെയ്യണമെന്നില്ല, ഒരു ഉറപ്പിന് വേണ്ടി മാത്രം ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് കാണിക്കാം. A23 എന്ന് പറഞ്ഞാൽ Jയുടെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. 3 - Iയുടെ സ്ഥാനത്ത് 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 4 -1 എന്ന് കിട്ടും. A32 എന്ന് പറഞ്ഞാൽ Jയുടെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക, Iയുടെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. അപ്പൊ 2 - 6 -4 എന്ന് വരും. -1ഉം -4ഉം നിങ്ങൾ എടുത്താൽ ഇതിൽ ഏതാണടാ വലുത്? -1 ആണ് വലുത്. -1 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം A23 ആണ്. ഗ്രേറ്റർ ദാൻ -4 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം A32 ആണ്. അപ്പൊ വ്യക്തമായിട്ട് നമുക്ക് കിട്ടി ഏതായിരിക്കും? ഓപ്ഷൻ D ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.